കഴിഞ്ഞ ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് സംഘർഷം അടുത്ത തിങ്കളാഴ്ച എത്തുമ്പോൾ ഒരു വർഷം തികയുകയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ പശ്ചിമേഷ്യ കടന്നുപോയത് മുൾമുനയിലൂടെയായിരുന്നു. ഇസ്രായേലുമായുള്ള സംഘർഷം ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും യമനും കടന്ന് ഇപ്പോൾ ഇറാനിൽ എത്തി നിൽക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അത് ഏഷ്യയിലെ എന്നല്ല, ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു. ഇരുപക്ഷത്തും മറ്റ് രാഷ്ട്രങ്ങൾ കൂടി അണിനിരന്നതോടെ മൂന്നാം ലോക മഹായുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനി അടക്കമുള്ള നേതാക്കളുടെ വധവും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല ഉൾപ്പെടെയുള്ളവരുടെ വധവും ഇറാനെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാന് നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ടെൽ അവീവിനെ കീറിമുറിച്ച് ഇറാന്റെ ഫത്ത-1 മിസൈലുകൾ കടന്നുപോയത്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനമുള്ള ഇസ്രായേലിന് അത് ഏൽപ്പിച്ച നാണക്കേട് ചില്ലറയൊന്നുമല്ല. അതുകൊണ്ടാണ് ഏത് മാർഗത്തിലൂടെ ആയാലും പ്രതികാരം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തിലെ മികച്ച ആണവ കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ് ഇറാൻ. ഇവിടേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുതന്നെയാണ് വൻ ശക്തികളെ പോലും ആശങ്കയിലാക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ടെൽ അവീവിലേറ്റ നാണക്കേട് മറയ്ക്കാനും ലെബനനിൽ തങ്ങളുടെ 8 സൈനികർക്ക് ജീവൻ നഷ്ടമായതിന്റെ ആഘാതം കുറയ്ക്കാനും ഇസ്രായേൽ അത് എങ്ങനെ എടുക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ 2006 സമാനമായി ഇസ്രായേലിന് പിന്തിരിയേണ്ടി വരുമോ, അതോ ഇറാനിലെ അറബ് വംശത്തെ മുഴുവൻ ഇല്ലാതാക്കുമോ? ആദ്യം ഇറാനിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇറാനെതിരെ ഇസ്രായേൽ തിരിയുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇസ്രായേലിന്റെ അജണ്ടയിലുണ്ട്. അത് ഇറാന്റെ രാഷ്ട്രീയ മാറ്റമാണ്. ഒരു കാലത്ത് സാംസ്കാരിക വൈവിധ്യത്തിന്റെ നാടായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പറുദീസയായ ഇറാൻ ഇസ്ലാമിക ഭരണം വന്നതോടെയാണ് ആകെ തകർന്നതെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെ രാജ്യത്തുണ്ട്. 2 വർഷം മുമ്പ് മഹ്സ അമീനി എന്ന യുവതിയെ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് ഇറാൻ മതകാര്യ പോലീസ് തല്ലിക്കൊന്നപ്പോൾ ഉണ്ടായ പ്രക്ഷോഭം ഇതിന് തെളിവാണ്. ഹിജാബ് കീറിയെറിഞ്ഞും കത്തിച്ചും മുടിമുറിച്ചും ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവുകളിൽ പ്രതിഷേധിച്ചിരുന്നു. നിരവധി സ്ത്രീകൾ വെടിയേറ്റ് മരിച്ചു. ആയിരങ്ങൾ ജയിലിലായി. വനിതാ വിമോചന നേതാവും നൊബേൽ ജേതാവുമായ ഷിറിൻ ഇബാദി ഇപ്പോഴും ഇറാനിയൻ ഇരുട്ടറയ്ക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണത്തിൽ നിന്ന് ഒരു മോചനം കൊടുത്താൽ ഇറാൻ ജനത അത് സ്വീകരിക്കുമെന്നും ഇസ്രായേൽ കരുതുന്നുവെന്ന് ജെറുസലേം പോസ്റ്റ് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ താല്പര്യമുണ്ട്. ഇറാന്റെ സൈനിക ശേഷി ഇസ്രായേലിനെ അപേക്ഷിച്ച് ഒട്ടും കുറവല്ല. 92 മില്യൺ ജനസംഖ്യയുള്ള രാജ്യത്ത് 11,80,000 പേർ സൈനിക സേവനം ചെയ്യുന്നവരാണ്. ഇതിൽ യുദ്ധമുഖത്ത് 6,10,000 സൈനികർ തയ്യാറായി നിൽപ്പുണ്ട്. 3.5 ലക്ഷം റിസർവ് സൈനികരും 2,20,000 പാരാമിലിറ്ററി സംഘവും തയ്യാറായി നിൽപ്പുണ്ട്. മറുവശത്ത് ഇസ്രായേലിന് ആകെയുള്ളത് 6,70,000 സൈനികരാണ്. നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ 1,70,000 പേരും 4,65,000 റിസർവ് സൈനികരും 35,000 പേരടങ്ങുന്ന പാരാമിലിറ്ററി സംഘവുമുണ്ട്. നിലവിൽ ആണവ രാഷ്ട്രമല്ലെങ്കിലും സജീവമായ ആണവ സമ്പുഷ്ടീകരണ പദ്ധതി ഇറാനുണ്ട്. അടുത്തിടെയായി ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന തോത് വലിയ അളവിൽ ഉയർന്നിട്ടുണ്ടത്രേ. വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്ന തലത്തിന് വളരെ അടുത്താണ് ഇറാൻ എന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. 1996 ടാങ്കറുകളും 65,765 കവചിത വാഹനങ്ങളും 580 പീരങ്കികളും 775 റോക്കറ്റ് ലോഞ്ചറുകളും ഇറാൻ ആക്രമണ നിരയിലുണ്ട്. പല വിമാനങ്ങളും കാലപ്പഴക്കത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനാൽ പ്രവർത്തന നിരതമായതിന്റെ എണ്ണം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ കൂടി ഇറാന് 551 യുദ്ധവിമാനങ്ങളും 186 ആക്രമണ വിമാനങ്ങളുമുണ്ട്. എന്നാൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉള്ള രാജ്യം ഇറാനാണ്. 20 തരം ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് അനവധി ക്രൂയിസ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വന്തം ക്രൂയിസ് മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഇറാൻ ഗണ്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖൈബർ ബസ്റ്റർ എന്ന ഇറാൻ മിസൈലിന് സമീപ മേഖലകളിലുള്ള US ബേസുകളിലും ആക്രമണം നടത്താനുള്ള കഴിവുണ്ടെന്നായിരുന്നു വാദം. തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈലും ഇറാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫതാഹ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മിസൈലിന് ഏത് ശത്രു മിസൈൽ സംവിധാനങ്ങളെയും തുളച്ചു കയറി ആക്രമിക്കാനുള്ള കരുത്തുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഫതാഹ് വികസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കണക്കൊന്നുമല്ല ആശങ്കയേറ്റുന്നത്. ഇറാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആണവായുധങ്ങൾ എന്തൊക്കെയെന്നത് ലോക പോലീസായ അമേരിക്കയ്ക്ക് പോലും അറിവില്ലാതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് പ്രകോപനമുണ്ടായാലും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുതെന്ന് ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണ
ഏത് യുദ്ധത്തിലും നിർണായകമാണ്. ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ US അയച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മേഖലയിൽ അമേരിക്ക കപ്പൽ വിന്യസിക്കുന്നത്. അമേരിക്കയുടെ തങ്ങളുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് ഈ പ്രദേശത്ത് വിന്യസിക്കുന്നത്. അമേരിക്കൻ നേവിയുടെ 8ാമത്തെ നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ US ഹാരി എസ് ട്രൂമാൻ ആണ് പ്രദേശത്തുള്ളത്. ഇതിനു കൂട്ടായി USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് പുതിയതായി അയച്ചത്. ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നത് വരെ കപ്പൽ പ്രദേശത്ത് തന്നെ തുടരുമെന്ന് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രതികരിച്ചിട്ടുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ആണവായുധ വിമാനങ്ങളെപ്പോലും വഹിക്കാൻ കഴിയുന്ന USS എബ്രഹാം ലിങ്കൺ. F-35 യുദ്ധവിമാനത്തെ വഹിക്കാൻ കഴിയുന്ന ഈ കപ്പൽ അമേരിക്കൻ നാവികസേനയുടെ 5ാമത് നിമിറ്റ്സ് ക്ലാസ്സിലാണ് പെടുന്നത്. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കപ്പൽ അറേബ്യൻ കടലിൽ നിരീക്ഷണം നടത്തിയിരുന്നു. അഫ്ഗാൻ യുദ്ധത്തിന്റെ സമയത്തും ഈ പടക്കപ്പൽ വലിയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇനി മറുവശത്ത് ഇസ്രായേലിലേക്ക് വന്നാൽ, നെവർ ഫോർഗെറ്റ് നെവർ ഫോർഗീവ് ഇസ്രായേലിന്റെ കരുത്തുറ്റ ചാരസംഘടനയായ മൊസാദിന്റെ ആപ്തവാക്യങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ്: നാലുപാടും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ എന്ന ഇത്തിരി കുഞ്ഞൻ രാഷ്ട്രം അതിജീവിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പുലിപ്പുറത്തുള്ള ഒരു യാത്രയാണ് ആ യഹൂദ രാഷ്ട്രത്തിൻ്റെത്. താഴെ ഇറങ്ങിയാൽ പുലി തിന്നും. മറ്റുള്ളവർ ആയുധം താഴെ വയ്ക്കുന്നതിന് മുമ്പ് ആയുധം താഴെ വെച്ചാൽ അവർ തീരും. ഇതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമുള്ള യാഥാർത്ഥ്യം. എങ്കിലും ഇസ്രായേലിന്റെ മുൻകാല പോരാട്ടങ്ങളുടെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. മതസാഹിത്യത്തിലെ കഥകൾ വിശ്വസിച്ച് യഹൂദനെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിയവർക്ക് ഒക്കെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിൽ തിരിച്ചടി കൊടുത്തിട്ടുള്ളവരാണ് അവർ. 1948 UN മാൻഡേറ്റ് പ്രകാരം ആ രാജ്യം പിറന്നു വീണപ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ച അറബ് രാഷ്ട്രങ്ങളെ ഒന്നടങ്കം തോൽപ്പിച്ചത് തൊട്ട് 67 13 അറബ് രാജ്യങ്ങളെ വെറും 6 ദിവസം കൊണ്ട് ചുരുട്ടിക്കൂട്ടിയത് തൊട്ട് 71 യോം കിപ്പൂർ യുദ്ധം തൊട്ട് ചോരയുടെയും കണ്ണീരിന്റെയും കഥയാണ് വെറും 90 ലക്ഷം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിന് പറയാനുള്ളത്. റോമാക്കാർ തൊട്ട് ഹിറ്റ്ലർ വരെ സമാനതകളില്ലാതെ പീഡിപ്പിച്ച വംശീയ ഉന്മൂലനത്തിന്റെ വക്കിൽ വരെ എത്തി തിരിച്ചു വന്ന ജനതയ്ക്ക് ജീവിക്കാൻ ആയുധമെടുത്തേ പറ്റൂ. സ്വന്തം പൗരന്മാരുടെ ദേഹത്ത് ആരെങ്കിലും ഒരു തരി മണ്ണ് നുള്ളിയിട്ടാൽ ഏതറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ. തങ്ങൾ അടിച്ചവരെയെല്ലാം തിരിച്ചടിച്ച് ഒതുക്കിയതിന്റെ ചരിത്രമാണത്. ഒരു പ്രകോപനവുമില്ലാതെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി 1200ഓളം നിരപരാധികളെ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. ശവത്തിന്മേൽ തുപ്പിയും ചവിട്ടിയും ആനന്ദ നൃത്തമാടി. 200ഓളം പേരെ ബന്ദികളാക്കി. എന്നിട്ട് എന്തുണ്ടായി? ഇപ്പോൾ ഹമാസ് തലവന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ്. ഗസയിൽ പൊലിഞ്ഞത് 50,000 ജീവനുകളാണ്. ഇനി അടുത്തൊന്നും അനങ്ങാൻ കഴിയാത്ത വിധം ഇസ്രായേൽ ഹമാസിനെ തകർത്തു കഴിഞ്ഞു. ആ സമയത്ത് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും മരണക്കളി തുടങ്ങിയിരുന്നു. ഇസ്രായേലിലേക്ക് അവർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന 12 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഹിസ്ബുള്ളയും ഏറെക്കുറെ ഇല്ലാതായി. തലവൻ ഹസൻ നസ്രല്ലയും പരലോകം പോകിയിരിക്കുന്നു. പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും പൊട്ടിത്തെറിക്കുമെന്ന ഭീതിയിലാണ് ഹിസ്ബുള്ള. ഇനി ബാക്കിയുള്ളത് യമനിലെ ഹൂതി വിമതരും അവരെയും വളർത്തുന്ന ഇറാനുമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച് ഇറാൻ ചോരക്കളി തുടങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ ഒടുക്കത്തിന്റെ തുടക്കമെന്നാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. നെതന്യാഹു ഇറാനെ ഭീകരതയിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ തല മൊസാദ് ലക്ഷ്യമിട്ട് കഴിഞ്ഞുവെന്ന് ചുരുക്കം. ലോകത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന അവർ അത് ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കരുത്തു പകരുന്ന നിരവധി ആയുധശേഖരം ഇസ്രായേലിന്റെ ആവനാഴിയിലുണ്ട്. രാഷ്ട്രീയ സ്വാധീനം, സൈനിക ശേഷി, ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ. 1376 ടാങ്കറുകളും 43,407 കവചിത വാഹനങ്ങളും 650 പീരങ്കികളും 1500 റോക്കറ്റ് ലോഞ്ചറുകളും ഇസ്രായേലിനുണ്ട്. മാത്രമല്ല ലോകത്തെ ഏറ്റവും ആധുനികമായ സേനകളിൽ ഒന്നാണ് അവരുടെ വായുസേന. ആധുനിക F-35 പോർവിമാനങ്ങൾ അടക്കം ഇസ്രായേൽ വ്യോമസേനയ്ക്ക് സ്വന്തമാണ്. പരമാവധി കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തി നിയന്ത്രിത സ്ഫോടനം നടത്തുന്ന സ്മാർട്ട് ബോംബുകൾ ഇസ്രായേലിനുണ്ട്. 612 യുദ്ധവിമാനങ്ങളാണ് അവർക്കുള്ളത്. 500 മെർക്കാവ ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരയുദ്ധത്തിലെ കരുത്ത്. മിസൈലുകളെയും ഡ്രോണുകളെയും ലക്ഷ്യത്തിലെത്തും മുമ്പേ തകർക്കുന്ന അയൺ ഡോം അടക്കമുള്ള മിസൈൽ വേധ സംവിധാനങ്ങളും ഇസ്രായേലിന് കരുത്താണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന്റെ കൈവശം 80 ആണവ ബോംബുകളുണ്ട്. ഇതിൽ 30 എണ്ണം വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന ഗ്രാവിറ്റി ബോംബുകളാണ്. ബാക്കി 50 എണ്ണം മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് തൊടുക്കുന്നവയാണ്. ആണവശക്തിയാണെങ്കിലും യുദ്ധത്തിൽ ഇസ്രായേലിന് ഈ കരുത്ത് പ്രകടിപ്പിക്കാനാവില്ല.
എങ്കിലും അതിർത്തികൾക്കപ്പുറത്തേക്ക് നീളുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ ഇസ്രായേലിന്റെ ആണവായുധ ശേഷി അടക്കമുള്ള കരുത്തുകൾ നിർണായക സ്വാധീനമാവുകയും ചെയ്യും. സൈനികരുടെ എണ്ണത്തിൽ ഇറാൻ മുന്നിലാണ്. പക്ഷേ ആധുനിക യുദ്ധം എന്നത് കാലാൾ യുദ്ധമല്ല, അത് അത്യാധുനിക ആയുധങ്ങൾ കൊണ്ടാണ്. ഇവിടെയാണ് ഇറാന് പണി വരുന്നത്. റഷ്യ കൊടുത്ത പഴഞ്ചൻ ആയുധങ്ങളാണ് അവർക്ക് ഏറെയുള്ളത്. പക്ഷേ ഒരു ആണവ ശക്തി ആയതിനാൽ അവർ ഏത് അറ്റം വരെ പോകുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. ഇറാനെ തകർക്കാനായി വളരെ നേരത്തെ തന്നെ ഇസ്രായേലും മൊസാദും പദ്ധതികൾ തയ്യാറാക്കിയതാണ്. ഇറാനിലെ സൈന്യത്തിൽ നല്ലൊരു പങ്ക് ഇസ്രായേൽ ചാരന്മാർ ഉണ്ടെന്ന് ഇറാന്റെ മുൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതിന് പിന്നിലും മൊസാദിന്റെ കരങ്ങളെക്കുറിച്ച് സംശയിക്കുന്നവരും ഉണ്ട്. ഇനി ഇറാൻ ഇസ്രായേൽ നേരിട്ടൊരു യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഇപ്പോൾ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഭാഗമായുള്ള സാമ്പത്തിക മാന്ദ്യം ലോകത്തുണ്ട്. അതിനേക്കാൾ ശക്തമായിരിക്കും പശ്ചിമേഷ്യയിലെ യുദ്ധം. ഇത് നേരിട്ട് ആഗോള വിപണിയെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. ഇത് BBC അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഇസ്രായേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ആഗോള എണ്ണവില വർദ്ധിച്ചതും ലോകം കണ്ടതാണ്. ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം 4% വിലക്കയറ്റമാണ് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി മൂലം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രത്യാക്രമണം എണ്ണ വിപണിയെ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ലോകത്തിലെ ക്രൂഡിന്റെ 1/3 വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് മൊത്തം വിപണിയിലും പ്രതിഫലിക്കും. വിമാന സർവീസുകൾ, ആഗോള ചരക്ക് നീക്കം എന്നിവയും ഇതോടെ തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. ഇറാൻ ഇസ്രായേലിലേക്ക് ഏതാനും മിസൈലുകൾ അയച്ചതോടെ തന്നെ പല വിമാന സർവീസുകളും മുടങ്ങിയിരിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട് പശ്ചിമേഷ്യൻ മേഖലയുടെ ആകാശത്തുകൂടെ സഞ്ചരിച്ച് ഇന്ത്യയിൽ എത്തേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ പാതി വഴിയിൽ തിരികെ ജർമ്മനിയിലേക്ക് മടങ്ങി. ജർമ്മൻ വിമാന കമ്പനിയായ ലുഫ്താൻസിയയുടെ വിമാനങ്ങളാണ് ചൊവ്വാഴ്ച രാത്രി തിരികെ പോയത്. ഈ വിമാനങ്ങൾ തുർക്കിക്ക് മുകളിലെത്തിയപ്പോഴാണ് ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. തുടർന്ന് അടിയന്തരമായി വിമാനങ്ങൾ തിരികെ ഫ്രാങ്ക്ഫോർട്ടിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള മടക്ക വിമാനങ്ങളും ലുഫ്താൻസിയ റദ്ദാക്കി. നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇറാഖ്, ഇറാൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയിലൂടെ ഇനി സർവീസ് ഉണ്ടാകില്ലെന്ന് ലുഫ്താൻസിയ അറിയിച്ചു കഴിഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ സ്വിസ് എയർലൈൻസും ഈ രാജ്യങ്ങളുടെ മുകളിലൂടെ സർവീസ് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെയുള്ള തെക്കനേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ ഇത് കാരണം 15 മിനിറ്റോളം അധികം സമയമെടുക്കും. ഇസ്രായേൽ, ലെബനൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമപാതയും തങ്ങൾ ഒഴിവാക്കുന്നതായി സ്വിസ് അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയ്ക്ക് മുകളിലൂടെ പറക്കുന്ന എല്ലാ വിമാനങ്ങളുടെയും സുരക്ഷ ഓരോ ദിവസവും വിലയിരുത്തപ്പെടുന്നുണ്ടെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത്. ഇതനുസരിച്ച് ആവശ്യമെങ്കിൽ സർവീസുകളിൽ മാറ്റങ്ങൾ വരുത്തുമെന്നും എയർ ഇന്ത്യയും പറഞ്ഞു കഴിഞ്ഞു. ഈ യുദ്ധം ഭീതി കൊണ്ട് നേട്ടമുണ്ടായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മുൻ പ്രസിഡന്റും അമേരിക്കയിലെ നിലവിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനാണ്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ചൂടേറിയ വിഷയമായി ഇറാൻ മാറിയിരിക്കുകയാണ്. താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ ധൈര്യം കാട്ടില്ലായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യവും വരില്ലായിരുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിൽ പറന്നു നടക്കുന്ന റോക്കറ്റുകളെ നോക്കൂ. റഷ്യയിലും യുക്രൈനിലും സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ. പണപ്പെരുപ്പം ലോകത്തെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. താൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നിട്ടില്ല എന്ന കാര്യം ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇറാനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ വാചകമടി വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന്റെ ഇമേജ് ഉയർത്തിയതായി ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ട്രംപിന്റെ കണ്ണിലെ കരടാണ് ഇറാനും. ആയത്തുള്ള ഖമേനിയും ഇനി US ട്രംപ് കൂടി അധികാരത്തിൽ വന്നാൽ ഖമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് തന്നെ കരുതാം.